നമസ്കാരം. ലോകക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന നിരവധി വാർത്തകളാണ് കഴിഞ്ഞയാഴ്ച ലോകത്തിൽ സംഭവിച്ചത്. ലോകത്തിലും രാജ്യത്തിലും സംസ്ഥാനത്തിലും ഉണ്ടായ വാർത്തകൾ നിരവധി നമ്മൾ കണ്ടു കേട്ടു. ഇതിൽ ചിലതെല്ലാം നമ്മളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചതുണ്ട്, അധികമായി സന്തോഷിപ്പിച്ചതുമുണ്ട്. അങ്ങനെയുള്ള വാർത്തകളെ കണ്ടെത്തുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. അഭയ, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ചങ്കിൽ തട്ടിയ ആ വാർത്ത? തീർച്ചയായും റോജി, ഇതേ വേദിയിലിരുന്ന് നമ്മൾ തന്നെ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്ന അറുതിയില്ലാത്ത ക്രൈസ്തവ വംശഹത്യകളുടെ ഒരു കഥയെന്നല്ല പറയേണ്ടത്, യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിനം പ്രതി ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ക്രൈസ്തവ സമൂഹം, തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് കാലഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നു വന്നത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രം IS തീവ്രവാദികൾ ആഫ്രിക്കയിൽ കൊന്നൊടുക്കിയത് 29 ക്രൈസ്തവരെയായിരുന്നു. അതിൽ ഏറ്റവും ഭീകരമായത്, ഇതിൽ 25 പേരെയും അവർ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. ബാക്കി 4 പേരെ വെടിയുതിർത്താണ് കൊലപ്പെടുത്തിയത്. തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ഇത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഇതിൽ IS തീവ്രവാദികൾ ഇതൊരു അവകാശമായി, അല്ലെങ്കിൽ അവർ ചെയ്തൊരു പ്രൗഡ് കാര്യമായിട്ടാണ് അവരിതിനിങ്ങനെ വിളിച്ചറിയിച്ച് അവർക്കത്രയും അവരെ അട്ടഹസിച്ച് സന്തോഷിക്കുകയാണ്. ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അവർക്കെന്തോ ഭയങ്കരമായ എന്തോ ഒരു കാര്യം ലഭിക്കുന്നത് പോലെ അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് എന്ന രീതിയിൽ അവരതിനെ കൊട്ടിഘോഷിക്കുന്നു. ഇത്രയും പേരെ കൊന്നത് ഞങ്ങളാണ്, ഇവരുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഞങ്ങളാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ലോകത്തോട് ഇത് വിളിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നൈജീരിയയിൽ സംഭവിച്ചതും ഒട്ടും വ്യത്യസ്തമല്ല. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ തന്നെ ഒരു സംസ്ഥാനത്ത്, തരാബ എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്ത് മാത്രം കൊല്ലപ്പെട്ടത് 19 ക്രൈസ്തവരാണ്. 20 ദേവാലയങ്ങളാണ് ആ സംസ്ഥാനത്ത് നശിപ്പിക്കപ്പെട്ടത്. ഇതൊരു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ്, ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ വ്യക്തമായ ക്രൈസ്തവ വംശഹത്യ നടത്തുക എന്നത് തന്നെയാണ് ഫുലാനി തീവ്രവാദികളുടെ അജണ്ട എന്ന് അവിടുത്തെ വൈദികരാണെങ്കിലും പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകളിലാണെങ്കിലും പറയുന്നുണ്ട്. ആ ഗ്രാമത്തെ പൂർണ്ണമായി നശിപ്പിക്കുക, എത്രമാത്രം ഇവരെ പീഡിപ്പിക്കുക, ഒരു കുടുംബത്തിലുള്ള സകലമാന ആൾക്കാരെയും കൊല്ലുക, അതുപോലെ തന്നെ നിരന്തരമായി അവരെ പീഡിപ്പിക്കുക, അവരെ ആക്രമിക്കുക, അവരുടെ ദേവാലയങ്ങൾ നശിപ്പിക്കുക, ഇത്തരത്തിൽ അവരെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അവരെ പീഡിപ്പിക്കാം, എത്രമാത്രം ആളുകളെ അവിടെ നിന്ന് പലായനം ചെയ്ത് ഓടിക്കാം, ഇതൊക്കെയാണ് ഫുലാനി തീവ്രവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളാണ് എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവർ പറയുമ്പോൾ ഇത് ഒരേ കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു. കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതിനോട് എത്രമാത്രം പ്രതികരണം എന്തായിരിക്കും എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും അവരവിടെ നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മളെപ്പോലെയുള്ള ക്രൈസ്തവ വിശ്വാസികളായ ക്രിസ്തുവിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഒരു പറ്റം സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ദിനം പ്രതി അവിടെ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നൈജീരിയയിലെയും ആഫ്രിക്കയിലെയും മറ്റ് നിരവധി സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഇത് തന്നെയാണ്. പിന്നെ ഒരു സന്തോഷം എന്നല്ല, ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളാവട്ടെ, ലോകരാജ്യങ്ങളാവട്ടെ, അവരെല്ലാം നൈജീരിയയിലേക്ക് കൊടുക്കുന്ന ഒരു അറ്റൻഷനെ കുറിച്ച്, അല്ലെങ്കിൽ എത്രമാത്രം നൈജീരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കൺട്രീനെ ഫോക്കസ് ചെയ്യുന്നു എന്നതിനെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ആരുടെയും തന്നെ ശ്രദ്ധ അവിടേക്ക് എത്തിപ്പെടുന്നില്ല എന്ന്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അമേരിക്ക ആവട്ടെ, അതുപോലെ തന്നെ മറ്റ് പല ലോകരാഷ്ട്രങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ സഭാ വത്തിക്കാനാവട്ടെ, പാപ്പയാവട്ടെ, എല്ലാവരുടെയും തന്നെ ശ്രദ്ധ നൈജീരിയയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. എല്ലാവരും തന്നെ നൈജീരിയനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച്, ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പീഡനങ്ങൾക്കിരയാകുന്ന ക്രൈസ്തവരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എന്നെ ഒരു സ്വാധീനിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ US റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള റൈലി മൂർ ഈ അടുത്തിടയ്ക്ക് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം പങ്കുവെച്ചത് IS തീവ്രവാദികൾ അവരുടെ ഒരു അക്കൗണ്ടിൽ അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്. അവരുടെ ഗ്രാമത്തെ നശിപ്പിക്കുന്നു, അതിന് അഗ്നിക്കിരയാക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ച് അതിൻ്റെ അടിയിൽ അവരിങ്ങനെ ഒരു വാചകം, സെൻറ്റൻസസ് ആഡ് ചെയ്തേക്കുവാണ്. ക്രൈസ്തവർക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, അവരവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായാൽ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാമെന്നാണ് ഈ IS തീവ്രവാദികൾ പങ്കുവച്ചിരിക്കുന്നത്. റൈലി മൂർ ഇതിന് കൊടുത്തൊരു ചുട്ട മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്,
നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന് മുമ്പിലല്ലാതെ മറ്റാർക്കും മുമ്പിൽ മുട്ടുകുത്തുന്നവരല്ല ക്രിസ്ത്യാനികൾ. അത് തന്നെയാണ് നമ്മുടെ അവിടെയുള്ള സഹോദരങ്ങൾ ദിനം പ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും. അവർക്ക് വേണമെങ്കിൽ ഒക്കെ ഞങ്ങൾ മുസ്ലിം മതം സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഒറ്റ വാക്കുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാം. എന്നാൽ ഏകരക്ഷകനായ ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും തങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് അവരവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ആർക്കും തന്നെ ഈ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ നടക്കുന്നത് ക്രിസ്തീയ വംശഹത്യ അല്ല, വെറും ഒരു മറ്റെന്തെങ്കിലും രീതിയിലുള്ള സംഘർഷങ്ങളാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നുള്ളൊരു സംശയം ആർക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ നടക്കുന്നത് അത്രമാത്രം വ്യക്തമായ ക്രൈസ്തവ വംശഹത്യയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വത്തിക്കാനിൽ നിന്നാവട്ടെ ഇഷ്ടംപോലെ ലോകരാഷ്ട്രങ്ങളാകട്ടെ, അതുപോലെ തന്നെ നമ്മൾ മുൻപ് ഇവർക്ക് വേണ്ട ശ്രദ്ധ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും നൈജീരിയയിലെ അല്ലെങ്കിൽ പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. എങ്കിലും IS അല്ലെങ്കിൽ ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവരിതൊരു കൊട്ടിഘോഷിച്ച് ഞങ്ങൾ ഇത്ര പേരെ തലയറുത്തു, ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ക്രൈസ്തവർ ദിനം പ്രതി അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരെ വെറും ഒരു നമ്പറായി ഒതുക്കാതെ, അല്ലെങ്കിൽ ഇത് എന്നും നൈജീരിയയിൽ നിന്ന് കേൾക്കുന്ന വാർത്തയല്ല, അല്ലെങ്കിൽ എന്നും ആഫ്രിക്കയിൽ നിന്ന് കേൾക്കുന്ന വാർത്തയല്ല, ഇതിലിപ്പോൾ എന്താ അത്തരത്തിലല്ല. ഓരോ ദിവസവും അവിടെ കൊല്ലപ്പെടുന്ന ഓരോ ജീവനും വിലയുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ് അവർ എന്ന ഒരു ചിന്താഗതി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. തീർച്ചയായും അപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് കൊല്ലപ്പെട്ട് വീഴുന്ന ആളുകൾ വെറും സംഖ്യകൾ മാത്രമായി അല്ലെങ്കിൽ നമ്പറുകൾ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കേൾക്കുകയാണ്, എല്ലാ ആഴ്ചയും കേൾക്കുകയാണ് ആഫ്രിക്കയിൽ ഇത്ര പേരെ കൊന്നു, അല്ലെങ്കിൽ നൈജീരിയയിൽ ഇത്ര ആൾക്കാരെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കത് എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ അറിയില്ല. കാരണം 29 പേർ കൊല്ലപ്പെട്ടു. ശരിക്കും അത് നമ്മളെ സ്വാധീനിക്കുക പോലുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു കുടുംബമായിട്ട് സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വരികയും മുന്നിലിട്ട് മക്കളെയും ഭാര്യയെയും ഒക്കെ കഴുത്തറത്ത് കാണേണ്ടി വരുന്ന ഒരു ഗ്രഹനാഥൻ്റെ അവസ്ഥ. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകും. അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് നൈജീരിയയിൽ ഉണ്ടാകുന്നത്. ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞല്ലോ, റോജിയും പറഞ്ഞു, അഭയം പറഞ്ഞു, ഒരു ആവർത്തന വിരസതയുടെ കാര്യം. നമ്മൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് തോന്നുന്ന ഒരു ആവർത്തന വിരസത. ഇത് പക്ഷേ നമ്മൾ ഈ തീവ്രവാദത്തെ വിമർശിക്കുമ്പോഴേ ആ ഒരു ആവർത്തന വിരസതയുള്ളൂ എന്ന കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഈ തീവ്രവാദം ചെയ്യുന്നവർക്കോ അത് ഈ തുടർച്ചയായിട്ട് ആൾക്കാരെ ചുമ്മാ ഒരു പകയോ ഒരു ദേഷ്യവും ഇല്ലാത്ത ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയോ അല്ല കഴുത്തറുത്ത് കൊല്ലുകയോ ചെയ്യുന്നവർക്ക് ഈ ആവർത്തന വിരസതയില്ല. ലോകം മുഴുവനും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തീവ്രവാദം പടർന്ന് പന്തലിക്കുകയാണ്. അവിടെ ഒന്നും ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. അവർ വീണ്ടും ഇത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ വിമർശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇത് തന്നെയല്ല പറയുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മെക്കിട്ട് കയറുന്ന പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ നൈജീരിയയും അതുപോലെ സുഡാനും പോലുള്ള നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രമല്ല. ശരിക്കും നമ്മുടെ നാട്ടിലൊരു IS ഭീകരനെ പിടിച്ചായിരുന്നു. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഒരു ആദിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാനലുകളിലെല്ലാം വരുന്നത് ആദിൽ എന്നുള്ളൊരു പേര് മാത്രമാണ് വരുന്നത്. പക്ഷെ പുള്ളിയുടെ ഫുൾ നെയിം വരുന്നത് സെയ്ദ് മുഹമ്മദ് ആദിൽ എന്നാണ്. അതിന് മുന്നേ ഉള്ള തല ആരും പറയുന്നില്ല. ആദിൽ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ പറയുന്നുള്ളൂ. അതിന് മുന്നിലെ ഒരു തല ആരും പറയുന്നില്ല. ശരിക്കും ആ ഒരു പേരിന് മുൻഭാഗം ആരും പറയുന്നില്ല. അപ്പോൾ ശരിക്കും വ്യക്തമായിട്ടുള്ള അജണ്ട വെച്ചിട്ടാണ് ഇതുപോലുള്ള പേരുകൾ പൊങ്ങി വരാതിരിക്കുവാനും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പുറംലോകം അറിയരുതെന്നുള്ള വ്യക്തമായിട്ടുള്ള അജണ്ട നമ്മുടെ നാട്ടിലടക്കം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കാര്യം സംസാരിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതായിരിക്കുമല്ലേ കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇതും കൂടെ കൂട്ടി എത്രയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. എത്രയോ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ നൈജീരിയയിലെ കാര്യം പറയുവാണെങ്കിൽ 100 കണക്കിന് തീവ്രവാദ സംഘടനകളിൽ ഒരെണ്ണമാണ് ISS. ഈ ISS 100 കണക്കിന് തീവ്രവാദ സംഘടനകളിൽ ഒരു സംഘടന ചെയ്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ലോകം മുഴുവനും നോക്കുവാണെങ്കിൽ അതുപോലെ ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകളുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് ISSന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ആദിൽ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ചർച്ചയാവത്തില്ല. പക്ഷേ തീവ്രവാദത്തെ വിമർശിച്ചാൽ അത് ചർച്ചയാവും. അതിനെതിരെ ശബ്ദമുയർത്താൻ ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ പോകുന്നതെന്ന് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാണ്. ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആദർശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ആശയം നമ്മുടെ വീട്ടിൽ നിന്ന് പൊങ്ങുന്നുണ്ടെങ്കിൽ അത് ഏത് മതത്തിൽ നിന്നായാലും ഏത് സംഘടനയിൽ നിന്നായാലും അതിനെ തളർത്തുക എന്നുള്ളത്, മനുഷ്യജീവന് വില കൊടുത്ത് അതിനെ തളർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കേരള സമൂഹം മൊത്തം നമ്മൾ ഒന്നിച്ച് ഇറങ്ങേണ്ട. അത് ഏത് സമുദായമായാലും ശരി, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ശരി, നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ്.
അതുപോലെ തന്നെ ഈ നൈജീരിയ അടക്കമുള്ള ഇപ്പൊ ഇറാനിലെ പ്രശ്നം നമുക്കറിയാം. ഇറാനിൽ ഇപ്പം ഈ മതവാദം വേണ്ട അല്ലെങ്കിൽ മതഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇപ്പൊ തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചകൾ നമുക്കറിയാം. അതിനെതിരെയൊക്കെ ലോകം ശബ്ദിച്ചു തുടങ്ങുന്ന സമയമാണ് ഇപ്പോൾ. ഇതിനൊക്കെ ഒരു മാറ്റം ഉടനെ വരും. ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈജീരിയ അടക്കമുള്ള ഇറാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് അമേരിക്ക ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെനസ്വേലയുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനാണ് നമുക്കും പറയാനുള്ളത്. മാറ്റങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ വരും ഇനി. തീർച്ചയായിട്ടും ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. തീവ്രവാദം എവിടെ തലപൊക്കുന്നതോ അവിടെ തിരിച്ചറിയാനുള്ള ഒരു ശക്തി നമ്മൾ ഓരോരുത്തർക്കും വേണം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നെനിക്ക് തോന്നുന്നു. ശരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയൊക്കെ കൊന്നിട്ട് ഇവർക്ക് എന്നാ നേട്ടമെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ജോയ്സ് പറഞ്ഞിടത്തു നിന്ന് പറയുകയാണെങ്കിൽ തന്നെ ക്രൈസ്തവോന്മൂലനം എന്നുള്ളത് ഒരു ഫാഷനായി എല്ലാ ലോകരാജ്യങ്ങളിലെല്ലാം മാറുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എല്ലാ രാജ്യങ്ങളിലും ക്രൈസ്തവ മൈനോറിറ്റി ഉള്ളതായാലും മെജോറിറ്റി ഉള്ളതായാലും ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെ സാധൂകരിക്കപ്പെടുന്ന, ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അത് ക്രിസ്ത്യാനി മരിച്ചു കുഴപ്പമില്ല, ഒരു നോർമലൈസേഷനാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളെല്ലാം എപ്പോഴും നോർമലൈസേഷൻ ആവുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൈന ആയാലും അമേരിക്ക ആയാലും സുഡാൻ ആയാലും നൈജീരിയ ആയാലും ഇന്ത്യയിൽ വരെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളിൽ വളരെ ഒരു സാധാരണ സംഭവമാണ്. അത് ഒരു പള്ളി ഒളിച്ചു കുഴപ്പമില്ല, ഒരച്ഛനെ തല്ലി കുഴപ്പമില്ല, അങ്ങനെയുള്ളൊരു നോർമലൈസേഷനുണ്ട്, ഒരു സാധാരണത്വം. അതെന്തുകൊണ്ടാണ്? അത് ക്രിസ്തു കാണിച്ചു തന്നത് നിങ്ങൾ പീഡകൾ സഹിക്കാനുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണോ? നമ്മുടെ വിശുദ്ധരെല്ലാം പീഡകൾ സഹിച്ചു വിശുദ്ധരായതുകൊണ്ടാണോ? അത് എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് അത്രയധികം ക്ഷമയുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഇവരെ അങ്ങ് തീർത്ത് കളയാം എന്ന് ചിന്തിക്കുന്നതാണോ? എന്താണ് ഇതിൻ്റെ ചേതോവികാരം എന്നറിയില്ല. പക്ഷേ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എപ്പോഴും നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ വളരെ കുറച്ച് സമയം, ഈ അടുത്ത സമയത്തിൽ എന്തോ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ക്രൈസ്തവർ തന്നെ ശബ്ദമുയർത്താൻ തുടങ്ങി എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. മാറ്റം എങ്ങനെയായാലും അനിവാര്യമാണ്, മാറ്റം ഉണ്ടാകേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഈ കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് യാതൊന്നിനും പരിഹാരമല്ല. പക്ഷേ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു ക്രമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ക്രൈസ്തവരെ കൊല്ലുന്നത് നിർത്താൻ ലോകം തന്നെ ഒന്നിച്ചിറങ്ങേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. ജോയ്സ്, എന്താണ് കഴിഞ്ഞ ആഴ്ചയിലെ? നമുക്ക് ഒരുപാട് ചർച്ചാ വിഷയമായ, ലോകം മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഷയമാണ് വെനസ്വേലയിൽ നടന്ന ഒരു സംഭവം. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൽ ഒരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെനസ്വേലയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വികാരവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വികാരവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അവർ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ട്രംപ് അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് വന്ന്, അമേരിക്കയിൽ നിന്നും വന്ന് വെനസ്വേലയിൽ നിന്നും വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യനെയും അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയി അത് ഒരു ഏകാധിപത്യ ഭരണത്തിന് ഒരു അവസാനം കുറിക്കുകയാണ് അവിടെ. ശരിക്കും ഏകാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഉത്തര കൊറിയ ആയിരിക്കും. ഉത്തര കൊറിയയിലെ ജനങ്ങളൊക്കെ ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് വരുമ്പോൾ കൈയടിക്കുന്നു, ആർപ്പ് വിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് കാണുമ്പോൾ പുറലോകത്തുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ വിചാരിക്കുന്നത്, അവര് അവിടെ അയാൾ അവിടെ സുഖിച്ച് എന്താണ് ആഡംബരമാണ്, അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര സഹായങ്ങൾ ചെയ്ത് അവരവിടെ ദൈവതുല്യനായിട്ട് കാണുന്നത്. പക്ഷെ അതിലുള്ള യാഥാർത്ഥ്യമുണ്ട്. ഈ ഏകാധിപത്യ ഭരണമുള്ള രാജ്യങ്ങളിലൊക്കെ മിക്കതിൽ നോക്കിയാൽ മതി, ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമായാലും ശരി, ഏതെങ്കിലും ഒരു മതഭരണമായാലും ശരി, അവിടുത്തെ രാജാവോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റോ വരുമ്പോ കൈയടിച്ചുള്ള തല കാണത്തില്ല. അത് മാത്രമല്ലേ, രാജാവ് വെട്ടുന്ന പോലെ ആർക്കും മുടി വെട്ടാൻ പാടില്ല. അതെ, മുടി പോലും വെട്ടാൻ പാടില്ല. അതാണ്. അപ്പം ശരിക്കും യാഥാർത്ഥ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൈയടിക്കുന്നത് അവരുടെ ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഈ നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ നാട്ടുകാർ പറയുന്ന പോലെ ഇപ്പൊ ഈ വെനസ്വേലയിലെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി, അത് വലിയൊരു അതിക്രമമാണ്, അവിടെ വലിയ സ്വർഗമായിരുന്നു, അവിടെ ദൈവതുല്യനായിട്ടുള്ള ആളെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് പോലെ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവിടുത്തെ ജനങ്ങൾ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ, ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ട് പല പൊള്ളത്തരങ്ങളും നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആ രാജ്യത്തുള്ളവരും അതിന് പുറത്ത് മറ്റു പല രാജ്യങ്ങളിലുള്ള വെനസ്വേലയിലെ പൗരന്മാരും ആഘോഷിക്കുന്നത്, അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നൂറ്റാണ്ടുകളായിട്ട്, വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിൽ കിടന്ന ജനത
അവർക്കൊരു പ്രതീക്ഷയുടെ ഒരു വെളിച്ചം, അവർ അമേരിക്ക വന്നത് വഴി അവരുടെ ഒരു പ്രതീക്ഷയുടെ ഒരു വെളിച്ചം അവർ കണ്ടപ്പോൾ ഉണ്ടായ അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ആഘോഷം നമ്മൾ ശരിക്കും കണ്ടതാണ്. അതുതന്നെയാണ് ശരിക്കും ഈ ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തയായിട്ട് എനിക്ക് തോന്നിയത്. അതിന് ശരിക്കും അതിനെതിരെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ബന്ധമില്ലാത്ത കുറെ പേര് സമരം ചെയ്തതും പ്രതിഷേധം, ഇതൊക്കെ ആരെങ്കിലും അറിയുന്നു. അതൊരു രാഷ്ട്രീയമായ പശ്ചാത്തലമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പല രാഷ്ട്രീയക്കാർക്കും ചിലപ്പോൾ എവിടേക്ക് ഉൾക്കൊള്ളാൻ സാധ്യത ചങ്കിൽ തട്ടും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ വെനസ്വലയുടെ മുകളിലേക്ക് അമേരിക്ക പറന്നിറങ്ങുകയും അവിടെ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചുന്ന പോലെ റാഞ്ചിക്കൊണ്ട് പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതിൽ കോളടിച്ചത് ഇന്ത്യക്കാണ്. ഇന്ത്യ ഇപ്പോൾ വളരെ സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യ പലപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ ഈ വെനസ്വലയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഗയാന എന്ന് പറയുന്നത്. അറിയാമായിരിക്കുമല്ലോ അല്ലേ? തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. 2017 വരെ ഈ ഗയാന എന്ന് പറയുന്ന രാജ്യം മുഴുപട്ടിണിയാണ്. അവിടെ 41% വരുന്ന ആളുകൾ ബിലോ പോവർട്ടി ലൈനിലാണ് ഉള്ളത്. അപ്പോൾ അത്രത്തോളം ഭീകരമായ ഒരു പട്ടിണിയുള്ള ഒരു രാജ്യമായിരുന്നു ഗയാന എന്ന് പറയുന്നത്. അത് വെനസ്വലയ്ക്ക് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ വെനസ്വല പലപ്പോഴും ഈ രാജ്യത്തെ വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. കാരണം 2015 അവിടെ ഭീകരമായ രീതിയിൽ എണ്ണ ഉണ്ട് എന്ന് തെളിഞ്ഞു. ഇതോടുകൂടി വെനസ്വല ഗയാനയ്ക്ക് മുകളിൽ ഒരു നോട്ടമുറപ്പിച്ചു, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഈ ഗയാന റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യമായിട്ട് ഗയാന ചെല്ലുന്നൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ് അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഗയാനയായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി. 2010 എണ്ണ കണ്ടെത്തുകയും 2015 കൂടി തന്നെ അവിടെ വലിയ രീതിയിൽ എണ്ണ ഖനനം തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗയാന എന്ന് പറയുന്നത് വലിയ ഒരു സമ്പദ് സമൃദ്ധിയുമുള്ള ഒരു രാജ്യമായി മാറുകയാണ് ചെയ്തത്. ഇതോടുകൂടി വെനസ്വല കണ്ണുവെക്കുന്നു, ഗയാനെ പിടിച്ചെടുക്കാൻ ശ്രമം നടക്കുന്നു. പക്ഷേ അപ്പോഴേക്ക് അമേരിക്ക വന്ന് അവരെ റാഞ്ചിക്കൊണ്ട് പോയി. ഈ സമയത്താണ് ഇന്ത്യയുടെ സന്ദർശനമൊക്കെ നടന്നത്. അപ്പോൾ 2026 ഈ എണ്ണ ഒക്കെ ലേലം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ഗയാനയിലേക്ക് ഏത് രാഷ്ട്രത്തെയാണോ വിളിക്കുന്നത് അവർക്ക് മാത്രമേ ലേലം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഭാഗ്യത്തിന് അവിടേക്ക് വിളിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ധൈര്യമായിട്ട് ഈ ഗയാനയിൽ പോയി എണ്ണ ഖനനം നടത്താം, പരീക്ഷണങ്ങൾ നടത്താം, ചെറിയ വിലയ്ക്ക് എണ്ണ സ്വന്തമാക്കുകയും ചെയ്യാം. പക്ഷേ അവിടെ ചെറിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ട്രംപാണ്. ട്രംപ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടക്കൊണ്ട് ഗയാനയ്ക്ക് മുകളിൽ ഒരു കണ്ണ് വെക്കുമോ എന്നുള്ളത് സംശയിക്കണം. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രക്ഷകൻ്റെ ഒരു പരിവേഷമാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് ട്രംപ് അങ്ങോട്ട് അടുക്കുമെന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വെനസ്വലയിലെ അമേരിക്കയുടെ റാഞ്ചൽ ഗുണം ചെയ്തിരിക്കുന്നത് നമുക്കാണ് എന്ന് പറയാം. വരുന്ന വർഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ചില്ലറ വിലയ്ക്കൊക്കെ എണ്ണ നമുക്ക് കിട്ടിയേക്കാം. എന്തായാലും അങ്ങനെ സംഭവിച്ചത് നമുക്ക് നല്ലതിനായി എന്ന് വേണമെങ്കിൽ കരുതാം. തീർച്ചയായും വെനസ്വലയെ കുറിച്ച് പറയുമ്പോൾ ലയോ 14 പാപ്പ പ്രകടിപ്പിച്ച ഒരു ആശങ്കയും കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും റൈറ്റ് അല്ലാത്തൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഭരണാധികാരി ആ പോർഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്താണെങ്കിലും അവിടെ ജനങ്ങളുണ്ട്, അവിടുത്തെ ജനത്തിനൊരു ഫ്യൂച്ചറുണ്ട്, ആ രാജ്യത്തിനൊരു ഫ്യൂച്ചറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഭരണ സംവിധാനങ്ങളാകട്ടെ ഭരണഘടനയാകട്ടെ എല്ലാം ഇനിയും ഒന്ന് പ്രോപ്പറായി അവർക്കൊരു നേതാവ് വന്ന് എല്ലാം ഒന്ന് പഴയപടി ആവാൻ എടുക്കുന്ന ഒരു കാലതാമസവും അതിൻ്റെ ഇടയിൽ നേരിടുന്ന കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നാഥനില്ലാ കളരി പോലെ വെനസ്വല യഥാർത്ഥത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പാപ്പ ആശങ്ക പ്രകടിപ്പിച്ച ഒരു കാര്യം തീർച്ചയായും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും റാഞ്ചിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ആ രാഷ്ട്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ നോക്കി കാണേണ്ടതാണ്. എന്തായാലും ലോകം തന്നെ ചർച്ച ചെയ്ത എല്ലാവരും കുറേ മണിക്കൂറുകൾ നെഞ്ചിലേറ്റിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ഗ്ലസിന, എന്താ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്ത? കഴിഞ്ഞ ആഴ്ച എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാർത്ത മാനന്തവാടി, നമ്മുടെ കേരളത്തിലെ മാനന്തവാടി മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തു പോയ ഒരു കാര്യമാണ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. കാര്യം പറയുമ്പോൾ കേരളം ആണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ രംഗത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ, ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് വിജയിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ആശുപത്രി നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മളതിൽ അഭിമാനിക്കേണ്ടവർ കൂടിയാണ്. അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഒരു പ്രസവശേഷം 21 വയസ്സുകാരിയുടെ വയറ്റിൽ പഞ്ഞിക്കെട്ട് തുന്നി വെച്ച് ഒരു ഡോക്ടർ വിടുകയാണ്. അത് 21 വയസ്സുള്ള പാണ്ടിക്കാട് സ്വദേശിയാണ്.
അത് സാധാരണ നമ്മൾ പറയും ഡോക്ടർമാർ കൃത്യസമയത്ത് അവർ വരാത്തത് കൊണ്ടാണ് നമ്മൾ ചികിത്സിക്കാതിരുന്നത് എന്ന്. ഇത് അവർ വന്നിരുന്നു, അവർക്ക് പ്രസവശേഷം നിർത്താതെയുള്ള വയറുവേദന ഉണ്ടായിരുന്നു. വയറുവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചാൽ മതി എന്നാണ്. വെള്ളം കുടിച്ചാൽ മതി എന്ന് പ്രസവശേഷം ഒരു പെൺകുട്ടിയോട് പറഞ്ഞു വിടുന്ന ഒരു ഡോക്ടറുടെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ട ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു 4 കാര്യങ്ങളാണ്. ഒന്ന്, രോഗിയുടെ പരാതി അവഗണിക്കുക എന്നുള്ളതാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് പ്രസവശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ രോഗിയെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി കേൾക്കുക എന്നുള്ളതുമാണ്. അവർ പറയുന്ന കാരണങ്ങളൊന്നും കേൾക്കാതെ നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തൊരു അന്യായമാണ്. ഒന്ന്, രോഗിയുടെ പരാതി കേൾക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ അതിലെ നടപടിക്രമം, നമുക്കറിയാം എല്ലാ പ്രശ്നവും ഉണ്ടാകുമ്പോഴും DMO ഒരു ഗ്രൂപ്പിനെ, ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കും മന്ത്രി, അവർ റിപ്പോർട്ട് കൊടുക്കും. പിന്നെ എന്താണ് നടപടിയെന്ന് മാത്രം കേരളത്തിൽ ആർക്കും അറിയില്ല. ഇങ്ങനെ നടപടിക്രമങ്ങളുടെ ഒരു കോലാഹലമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. ഈ വർഷം തുടങ്ങുമ്പോഴെങ്കിലും അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ എന്താകും എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ നടപടിക്രമങ്ങൾ ഉണ്ടാവണം, അവർക്കെതിരെ കർശനമായ ശിക്ഷ ഉണ്ടാവണം. അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം. അവരെ ഡോക്ടർമാരാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം വേണം. മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കൃത്യമായ ഡോക്ടർമാരും നഴ്സുമാരുടെ എല്ലാം ലഭ്യത വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. ശരിക്കും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അവർക്ക് കോഴിക്കോട് വരണം. കോഴിക്കോട് ബേബി മെമ്മോറിയലിനാണ് അവർ കൂടുതലും ആശ്രയിക്കാറ്. വയനാട്ടിലുള്ളവർ കോഴിക്കോട് ബേബി മെമ്മോറിയലിനാണ്, അല്ലെങ്കിൽ ബത്തേരിയുള്ള അസംഷൻ ഹോസ്പിറ്റൽ, അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന ആശുപത്രികൾ മാത്രമാണുള്ളത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രാപ്യമായ ഒരു ആശുപത്രി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അപ്പോൾ സാധാരണക്കാർക്കുള്ളൊരു വിശ്വാസം മെഡിക്കൽ കോളേജുകളോട് ഉണ്ടാവുന്നത്, കുറയുന്നത് സർക്കാരിന് ഭൂഷണമാവില്ല. അപ്പോൾ അതിസാധാരണക്കാർ പോകുന്ന ആശുപത്രികളിൽ ഡോക്ടർമാർ ഇത്തരം നെഗ്ലിജൻസ് തീർച്ചയായിട്ടും, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലെടുത്ത് പറഞ്ഞ് തെരണ്ടിവാല് കൊണ്ട് അടിക്കേണ്ട ഒരു പരിപാടിയാണ് ആ ഡോക്ടർ എന്തായാലും ചെയ്തിട്ടുള്ളത്. വന്ന രോഗിയുടെ പരാതി കേൾക്കുക എന്നുള്ളതാണ്, അവരെ പരിശോധിക്കുക എന്നുള്ളതുമാണ്. മന്ത്രി OR കേളുവിന് അവർ പരാതി കൊടുത്തതിൽ പിന്നെയാണ് ഇതൊരു വാർത്ത വരെ ആയത് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സയ്ക്ക് വന്ന ആളുടെ വലത് കാലിലെ ഞരമ്പിന് പകരം മറ്റൊരു ഞരമ്പങ്ങ് മുറിച്ചു മാറ്റി. ഈ പുള്ളി പിന്നെ ഡ്രൈവർ അതായത് KSRTC ഡ്രൈവർ തസ്തികയിലേക്ക് PSC പരീക്ഷയൊക്കെ എഴുതി 17ാം റാങ്ക് നേടിയിരുന്നു. ഈ പുള്ളിക്ക് സർക്കാർ ജോലി നഷ്ടമായി എന്ന് മാത്രമല്ല, ചലനശേഷി നഷ്ടമായി. എന്ത് കഷ്ടമാണെന്ന് നോക്കി. പിന്നെ വേറെ ഒന്നത്, ഹെർണിയ ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ അപാകതയെ തുടർന്ന് എടവക സ്വദേശിയായ ഗിരീഷിന് വൃഷ്ണം മുറിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ്. ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ് ഉണ്ടോ എന്ന് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഉണ്ടല്ലോ റോജി, നമ്മൾ ഇപ്പോൾ ഒരു വകുപ്പിന് മാത്രം പറഞ്ഞിട്ട് കാര്യം, എല്ലാ വകുപ്പും ഇത് നമ്മുടെ നാടിൻ്റെ സിസ്റ്റം മാറേണ്ടതാണ്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണിത്. ഏത് വകുപ്പ് എടുത്ത് നോക്കിയാലും ഇതിപ്പം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഇപ്പൊ ആരോഗ്യ വകുപ്പ് പറഞ്ഞല്ലോ, ആരോഗ്യ വകുപ്പിൽ ഒരു വീഴ്ച വരുമ്പോൾ കേസെടുക്കുക അല്ലെങ്കിൽ നടപടി എടുക്കേണ്ട പോലീസിന്, അവിടെയും പ്രശ്നമാണ്. ഈ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ആഭ്യന്തരമാണ്, അവിടെയും പ്രശ്നമാണ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്, അവിടെയും പ്രശ്നമാണ്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കോമഡി ആയി തോന്നിയത്, അല്ലെങ്കിൽ മനസ്സിനെ സ്പർശിച്ചു പറഞ്ഞാൽ വേദനിക്കുകയല്ല ചെയ്തത്, ചിരിക്കാൻ തോന്നിയ ഒരു കാര്യം. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വിൽക്കാനിട്ടേക്കുകയാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. അത് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഇതിൻ്റെ ഓണറോട് പറയുകയാണ്, ഞാൻ എന്തായാലും ആ സ്ഥലം വിറ്റിട്ടുണ്ടല്ലോ, അതിൻ്റെ കമ്മീഷൻ എനിക്ക് തരണം എന്ന് പറയുന്നൊരു സംഭവമാണ് കേരളത്തിലുള്ളത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം, ഞാനിതിനകത്ത് 220ഓളം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അത് ശരിക്കും തിരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ വോട്ടുകളെല്ലാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഫേസ്ബുക്കിൽ കുറിച്ചു, അതിനുശേഷം പത്രസമ്മേളനത്തിൽ അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ക്രൈസ്തവർ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നുമല്ല, അല്പം ചിന്തിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കാര്യം കേട്ട ഉടനെ തന്നെ എന്തുകൊണ്ട് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടുന്നില്ല, പ്രസിദ്ധീകരിക്കുന്നില്ല, അത് പ്രസിദ്ധീകരിച്ച ശേഷമാകാം നമുക്ക് ചർച്ച എന്നുള്ള കാര്യത്തിലേക്ക് എല്ലാവരും വരികയും എന്തായാലും ഫെബ്രുവരി 7-ന് ഒരു ചർച്ച വെക്കുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി ക്രൈസ്തവരുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലായിരുന്നില്ലേ അത്?
തീർച്ചയായും റോജി, അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എത്രയെത്ര പ്രതിഷേധങ്ങൾ, എത്രയെത്ര ശബ്ദങ്ങൾ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈസ്തവ സമൂഹം, നമ്മുടെ മെത്രാന്മാരാകട്ടെ, നമ്മുടെ നേതാക്കളാകട്ടെ, വിവിധ സംഘടനകളാകട്ടെ, എത്രയെത്ര പ്രതിഷേധങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും തെരുവിലും നടത്തിയിട്ടും യാതൊരുവിധ പ്രതികരണവും അല്ലെങ്കിൽ പരിഗണനയിൽ പോലും എടുക്കാതിരുന്ന ഒരു വിഷയത്തെ ഈ തിരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇത്രമാത്രം ശുപാർശകൾ താൻ നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരും മുഖ്യമന്ത്രിയും എപ്രകാരമാണ് ഈ ശുപാർശകൾ ഇത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ശരിക്കും ചിരി വരുന്ന ഒരു കാര്യം, ഏതൊക്കെ ശുപാർശകളാണ് നടപ്പിലാക്കിയത് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതില്ല. അത് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് ഓർത്തോർത്ത് ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത്. ഏതാണ്ട് 220 മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് 220 ശുപാർശകൾ നടപ്പാക്കി കഴിഞ്ഞു. ചില ശുപാർശകൾ പരിഗണനയിലുണ്ടെന്നാണ്. പക്ഷെ അത് ഏത് ശുപാർശകളാണ് നടപ്പാക്കിയതെന്ന് ക്രൈസ്തവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ പറയില്ല, നമ്മൾ നടപ്പാക്കി അത്രയേ ഉള്ളൂ. പക്ഷേ ഭിന്നശേഷി സംവരണത്തിൽ എത്രയോ നാളുകളായിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. എന്തായാലും ഈ പ്രക്ഷോഭങ്ങളെല്ലാം സർക്കാരിനെ കുറച്ചൊന്നും അല്ല കഷ്ടത്തിലാക്കിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഫെബ്രുവരിയിലേക്ക് വെച്ചിട്ടുള്ള ഒരു ചർച്ച എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് ദൂരവ്യാപകമായി ചിന്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെനസ്വേലയുടെ കാര്യം പറഞ്ഞാലും, നൈജീരിയയിലെ കാര്യം പറഞ്ഞാലും, നമ്മുടെ ആശുപത്രികളുടെ കാര്യം പറഞ്ഞാലും, ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യം, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ദൂരേക്ക് ചിന്തിക്കാതെ പല നിലപാടുകളും എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ദൂരക്കാഴ്ചകൾ ഉണ്ടാവാനാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഭരണകൂടമാണെങ്കിലും വ്യക്തികളാണെങ്കിലും. ഞാനൊരു കഥ പറയാം. സമുദ്രത്തിന് നടുക്കാണ് ആ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആ ദ്വീപിൽ 8000-ൽ താഴെ മാത്രമേ ആളുകൾ ജീവിക്കുന്നുള്ളൂ. അതിലെ നിരവധി കപ്പലുകൾ സഞ്ചരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ദ്വീപിന് അടുത്തായി കപ്പലുകൾ തകരുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പല നാവികരും ആ ദ്വീപിലേക്ക് രക്ഷപ്പെട്ട് നീന്തി കയറി വരും. പക്ഷേ ആ ദ്വീപിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട് ആ ദ്വീപിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ അയാളെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ രാജാവാക്കി മാറ്റും. അങ്ങനെ ഒരു ദിവസം ഒരു നാവികൻ രക്ഷപ്പെട്ട് ഈ ദ്വീപിലേക്ക് എത്തി. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കി മാറ്റി. അപ്പോഴാണ് മറ്റൊരു രസകരമായ സംഭവം അദ്ദേഹം അറിയുന്നത്. ഒരാളെ അവിടെ രാജാവാക്കി വാഴിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന രാജാവിനെ അങ്ങ് ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് പറഞ്ഞുവിടും. ആ ദ്വീപിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വഴുവഴുപ്പുള്ള പാറക്കല്ലുകളും ക്രൂരന്മാരായ മൃഗങ്ങളും വിഷമുള്ള പാമ്പുകളും മാത്രമാണ്. അങ്ങനെ ഇത്രയും കാലം ഈ ദ്വീപ് ഭരിച്ചിരുന്ന രാജാവ് ആ ദ്വീപിൽ പോയി മരിക്കുകയാണ് ചെയ്യുക. ഇതറിഞ്ഞ നാവികൻ രാജാവായി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്തത് തൻ്റെ അധികാരം ഉപയോഗിച്ച് സൈന്യങ്ങളെ കൊണ്ട് ചെറു ബോട്ടുകൾ നിർമ്മിപ്പിച്ചു. അതിനുശേഷം ആ ദ്വീപിലേക്ക് അവരെ പറഞ്ഞയപ്പിച്ച് അവിടെ ചെറിയ വീടുകളും ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കി. കാലം കടന്നുപോയി. ഒരു നാവികൻ കപ്പൽ തകർന്ന് ഈ ദ്വീപിലേക്ക് നീന്തി കയറി വന്നു. ദ്വീപ് നിവാസികൾ അയാളെ പിടികൂടി. അതിനുശേഷം ആ നാട്ടിലെ ആ ദ്വീപിലെ രാജാവായി വാഴിച്ചു. അതുപോലെ തന്നെ ഇത്രയും കാലം രാജാവായിരുന്ന അയാൾക്ക് അവിടെ വിട്ട് പോകേണ്ടി വന്നു. അവിടെയുള്ള ദ്വീപ് നിവാസികൾ ഇയാളെ ദൂരെയുള്ള ആ ദ്വീപിലേക്ക് താമസം മാറ്റി. പക്ഷേ അയാൾക്ക് പേടിയുണ്ടായിരുന്നില്ല. താൻ രാജാവായിരുന്ന സമയത്ത് തനിക്ക് ഇനിയും ജീവിക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് അയാൾക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു. അവിടെ താമസിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ, സൗകര്യങ്ങളെല്ലാം തന്നെ അയാൾ ചെയ്തു വെക്കുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമുക്ക് സുഖമുള്ള പല സമയങ്ങളും ഉണ്ടാവും. ആ സമയത്ത് തിന്നും കുടിച്ചും മതിച്ചും ജീവിച്ച് സമയം കടന്നുപോകും. പിന്നീട് ഒരു കാലം വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നോർത്ത് നെടുവീർപ്പെടും, സങ്കടപ്പെടും. ഇതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ സുഖമായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഭാവിയിലേക്കുള്ളത് മാറ്റിവെക്കുക. എല്ലാ രാഷ്ട്രങ്ങളും വ്യക്തികളും ഇതുതന്നെയാണ് ചെയ്യേണ്ടത്. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.